ഇതാണ് മോട്ടോയുടെ എഡ്ജ് 50 അൾട്ര എന്ന ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഫോൺ. ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക കണ്ടു നോക്കിയിട്ട്. എന്നാൽ വെറുതെ ഇതിന്റെ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞു പോവല്ല, ഒരു കമ്പാരിസൺ കൂടി നമ്മൾ ചെയ്യണം. പിക്സൽ 8 കമ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രാൻഡുകളുടെ കാര്യം ഒരു സിംഹം എന്ന് പറയാം പിക്സൽ 8. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ഇതിന്റെ ക്യാമറയൊക്കെ ഗംഭീര സംഭവമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ മോട്ടോയുടെ ക്യാമറയും ഇതൊക്കെ ആയിട്ട് മൊത്തത്തിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏതായിരിക്കും ബെറ്റർ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അതൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ കമ്പാരിസണിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ അൺബോക്സിംഗ് ഇതിന്റെ. അപ്പോൾ അതുപോലെ തന്നെ കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഫോൺ ഇരിക്കുന്നുണ്ട്, ചാർജർ 125 വാട്ടിന്റെ തന്നെ കൊടുത്തിട്ടുണ്ട്, ചാർജിങ് കേബിൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. പിക്സലിന്റെ ബോക്സിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ചാർജർ അടക്കം കിട്ടുന്നത് കൊണ്ട് ഈ ഭാഗത്ത് ബെറ്റർ മോട്ടോ ആണെന്ന് തന്നെ പറയാം പാക്കിങ്ങിന്റെ കാര്യത്തിൽ. സോ ഇപ്പോൾ 2 ഫോണുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ മോട്ടോ 197 ഗ്രാം വെയിറ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ 8.59 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഒപ്പം തന്നെ ഗൊറില്ല ഗ്ലാസ് പിക്ചേഴ്സിന്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്, അലുമിനിയം ഫ്രെയിം വരുന്നുണ്ട്, IP68 റേറ്റിംഗ് വരുന്നുണ്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, USB 3.1, അതേപോലെ തന്നെ ഡുവൽ നാനോ സിം സപ്പോർട്ട്, അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ വുഡൻ ഫിനിഷിൽ കൂടി വരുന്നുണ്ട്. ഡിഫറന്റ് ആയ ഒരു സ്റ്റൈൽ വേണമെന്നുള്ള ആൾക്കാർക്ക് ഈ വുഡൻ ഫിനിഷ് ചൂസ് ചെയ്യാം. നോഡിക് വുഡ് എന്ന കളറാണിത്. പിന്നെ വീഗൻ ലെതർ മോഡലുകൾ വേറെ ഉണ്ട്. പീച്ച് ഫസ് എന്ന കളറും ഫോറസ്റ്റ് ഗ്രേ എന്ന കളറും. ടോട്ടലി 3 കളേഴ്സ് ആണ് വരുന്നത്. പിക്സൽ ആവുമ്പോൾ 187 ഗ്രാം വെയിറ്റ് ആണ് വരുന്നത്. 8.9 mm ആണ് ഇതിന്റെ ഡെപ്ത് വരുന്നത്. ഒരു നല്ല സെറ്റപ്പ് ഉള്ള ഫോൺ, കർവ്ഡ് ഡിസ്പ്ലേ അടക്കം മൊത്തത്തിൽ എല്ലാ സ്റ്റൈലിഷ് സംഭവങ്ങളും ചേരുന്ന ഒരു ഫോൺ എന്ന് പറയുമ്പോൾ മോട്ടോ എഡ്ജ് 50 അൾട്ര തന്നെയാണ്. ബട്ട് നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് ഫോണാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും പിക്സൽ 8ലേക്ക് നോക്കാം. സോ ഏത് വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനി 2 ഫോണുകളുടെയും ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ മോട്ടോ എഡ്ജ് 50 അൾട്രയുടെ ഡിസ്പ്ലേ ഇത്തിരി ബെറ്റർ ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ ഒക്കെ ചെല്ലുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല ബ്രൈറ്റർ ആയ ഡിസ്പ്ലേ വിസിബിലിറ്റി നമുക്ക് തരുന്നത് നമുക്ക് എഡ്ജ് 50 അൾട്രയാണ്. 6.7 ഇഞ്ച് വരുന്ന 1.5K 144 ഹെർട്സിന്റെ POLED ഡിസ്പ്ലേ ആണ്. കൂട്ടത്തിൽ സ്മാർട്ട് വാട്ടർ ടച്ച് എന്ന് പറയുന്ന ഫീച്ചർ അടക്കം വരുന്നുണ്ട്. ഇത്തിരിയൊക്കെ വെള്ളം നനഞ്ഞ കൈകൊണ്ട് ടച്ച് ചെയ്താൽ പോലും കൃത്യമായിട്ട് വർക്ക് ചെയ്യുമെന്ന് സാരം. പിക്സലിൽ വരുന്നത് 6.2 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് പിക്ചേഴ്സിന്റെ പ്രൊട്ടക്ഷൻ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. അതേപോലെ തന്നെ 1600 ഹെർട്സിന്റെ ബ്രൈറ്റ്നസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞില്ല, ബെറ്റർ ബ്രൈറ്റർ ഡിസ്പ്ലേ, വിസിബിലിറ്റി കൂടുതൽ ഇതിലാണെന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെയാണ്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ ഡിസ്പ്ലേ ഉള്ള ഫോണായിട്ട് നമുക്ക് ഈ ഒരു മോട്ടോ എഡ്ജ് 50 അൾട്രയെ തന്നെ കണക്കാക്കാം. കമ്പാരിസൺ ഞാനിവിടെ വെറുതെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ മെയിനായിട്ടും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ബാറ്ററി ആൻഡ് ചാർജിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും ബാറ്ററി കപ്പാസിറ്റിയിലില്ല. 4500 mAh, 4575 mAh. ഇതിൽ 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഇതിന്റെ ഒപ്പം തന്നെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും 10 വാട്ടിന്റെ പവർ ഷെയറിംഗും വരുന്നുണ്ട്. പിക്സലിൽ ആകെ 30 വാട്ടിന്റെ ചാർജിങ്ങെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ചാർജർ വേണമെങ്കിൽ വേറെ വാങ്ങിക്കാൻ വേണം. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ വലിയ കമ്പാരിസൺ ഒന്നും വകുപ്പില്ല. ടെൻസർ G3 പ്രോസസർ ആണ്. ഇതിന്റെ ആൻഡ്രോയിഡ് സ്കോറും ഇതിന്റെ ആൻഡ്രോയിഡ് സ്കോറും കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടതാണ്. ഇരട്ടി പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോൺ തരിക. 8s Gen 3 പ്രോസസർ ആണ്. സോ ടെൻസർ G3 ആയിട്ടൊന്നും അങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സോ ഗംഭീര സുപ്പീരിയർ പെർഫോമൻസ് ഇതിൽ തന്നെയാണ് കിട്ടുക. ഹലോ UI ആണ്. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. ഒരു നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. ഇതും സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് പിക്സലിന് വരുന്നത് 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നന്നായി. ആ കാര്യത്തിൽ മോട്ടോ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് കൊടുക്കുന്നുള്ളൂ. സോ കൂടുതൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് വേണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് പിക്സൽ നോക്കാം. പെർഫോമൻസ്, ഇരട്ടി പെർഫോമൻസ് ഒക്കെ വേണമെങ്കിൽ പിക്സൽ നോക്കരുത്. എഡ്ജ് 50 അൾട്രയാണ് നല്ലത്. സോ ഈ പറഞ്ഞ നോർമൽ ആയിട്ടുള്ള എല്ലാ ഏരിയകളിലും പിക്സലിനേക്കാൾ തീർച്ചയായിട്ടും ബെറ്റർ മോട്ടോ തന്നെയാണ്. ഇനി ക്യാമറ, ഇതാണല്ലോ ഭയങ്കര സംഭവം. അതറിയാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇത് കമ്പയർ ചെയ്യുന്നത്. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 50 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ, 64 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ്, 3x ഒപ്റ്റിക്കൽ സൂം, 100x ഡിജിറ്റൽ സൂം, 50 MP സെൽഫി ക്യാമറ, ഇതെല്ലാം നമുക്ക് മോട്ടോയിൽ വരുന്നുണ്ട്. പിക്സലിൽ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 12 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും, ഫ്രണ്ടിൽ 10 മെഗാപിക്സൽ 10.5 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയേ ഉള്ളൂ. സോ ഇനി ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സൈഡ് ബൈ സൈഡ്. 2 ഇമേജുകളായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണെന്നാണ് എനിക്ക് തോന്നിയത്. പിക്സലിനോളം കേട്ടപിടിക്കുന്ന ക്വാളിറ്റി തന്നെ മോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഡേ ലൈറ്റും ആർട്ടിഫിഷ്യൽ ലൈറ്റും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലായിടത്തും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജുകളാണ് 2 ഫോണുകളും തരുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. വൈഡ് ആംഗിൾ ഇമേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടിയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. സെൽഫി ക്യാമറ ഇമേജിലേക്ക് വരുമ്പോഴും ഡേ ലൈറ്റും ആർട്ടിഫിഷ്യൽ ലൈറ്റും ഒക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. രണ്ടും നോക്കുമ്പോഴും മോട്ടോ ഏറെക്കുറെ പിക്സലിനോളം നിൽക്കുന്ന ഒരു ക്വാളിറ്റി തരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്നാൽ മോട്ടോയിൽ 64 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്, 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 100x വരെ ഡിജിറ്റൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും അതിൽ മോട്ടോയുടെ മുട്ടാൻ പിക്സലിന് പറ്റില്ല. അങ്ങനെ ഒരു സംവിധാനം ഇതിലില്ല. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും 4K 60 fps വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. സാമ്പിളുകൾ ഇവിടെ കാണുന്ന പോലെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി. ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നോക്കുമ്പോൾ രണ്ടും നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ എനിക്ക് പിക്സൽ കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയത്. സോ ഓവറോൾ ഈ 2 ഫോണുകളുടെ ക്യാമറ കമ്പയർ ചെയ്ത് നോക്കിയതിന്റെ കാരണം ഇത് ഇംപ്രൂവ് ആയി, വളരെയധികം ഇംപ്രൂവ് ആയി എന്നുള്ളത് തന്നെയാണ്. പിക്സലിനോട് ഏറ്റുമുട്ടുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി നമുക്ക് മോട്ടോ തരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സോ
സോ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഒരു കമ്പാരിസൺ എന്ന രീതിയിൽ ഈ ഒരു ഫോണിനെ ഞാൻ കയ്യിലോട്ട് എടുത്തത്. സോ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യുക. ഇനി 1-2 എക്സ്ട്രാ കാര്യങ്ങൾ കൂടിയുണ്ട്. മോട്ടോയിൽ ഇപ്പോൾ 1-2 പുതിയ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. മോട്ടോ AI, അതായത് ഒരു വാൾപേപ്പറിന്റെ സെക്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ മാജിക് ക്യാൻവാസ് എന്ന ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ടു ഇമേജ്, നമുക്ക് എന്ത് തരം ഇമേജ് വേണോ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ച് ടെക്സ്റ്റ് ഇമേജ് ആക്കി മാറ്റി ഇവിടെ കാണിച്ചു തരും. AI വന്നിരിക്കുന്നു എന്നർത്ഥം. പിന്നെ സ്റ്റൈൽ സിങ്ക്, നമ്മളൊരു സെൽഫി അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുത്താൽ, നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ട് രാവിലെ ആ ഒരു ഡ്രസ്സിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇതിലിട്ട് കൊടുത്താൽ അതുപോലത്തെ ഒരു മാച്ചിങ് ആയ വാൾപേപ്പർ ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഷർട്ടിന് മാച്ച് ആയ വാൾപേപ്പർ ഇട്ട് ഫോൺ ഉപയോഗിക്കാവുന്ന സാരം. പിന്നെ ഇത് കൂടാതെ പിക്സലിൽ കണ്ടുവരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. മാജിക് ഇറേസർ, നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ അൺവാണ്ടഡ് ഒബ്ജക്റ്റുകൾ ഇമേജിൽ നിന്ന് ഇറേസ് ചെയ്ത് കളയണോ, അതൊക്കെ മോട്ടോയിലും വരുന്നുണ്ട്. അതേപോലെ പോർട്രേറ്റ് ലൈറ്റ് പിക്സലിലെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്, അതൊക്കെ നമുക്ക് മോട്ടോയിലും ഇവിടെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഒക്കെ പിക്സലിൽ ഇതിനകത്തും വരുന്നുണ്ട്. എങ്കിലും പിക്സലിൽ ഒരുപാട് സംഭവങ്ങൾ, AI തലത്തിൽ ഒരുപാട് സംഭവങ്ങൾ, പ്രത്യേകിച്ചും ഈ ഫോട്ടോസ് ആൻഡ് എഡിറ്റിംഗിന്റെ കാര്യത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് മാജിക് എഡിറ്റർ, മാജിക് ഓഡിയോ ഇറേസർ, വീഡിയോ ബൂസ്റ്റ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പിക്സലിലുണ്ട്. AI ഫീച്ചറുകൾ ഇതിന്റെയൊക്കെ രണ്ടിനെയും പറയാൻ കുതിരുന്ന ഒരുപാട് പറയേണ്ടി വരും. സോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പിക്സലിനെ മാറ്റിവെക്കാം എന്നുള്ള കാര്യം തീരുമാനമായി ഉണ്ടാവുമല്ലോ. എന്തായാലും മോട്ടോയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളും വെച്ചുകൊണ്ട് എങ്ങനെയുണ്ട് മോട്ടോ എഡ്ജ് 50 അൾട്ര എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാം. പിന്നെ ഇത് കൂടാതെ മോട്ടോയിൽ നമുക്ക് സ്മാർട്ട് കണക്ട് പോലുള്ള ഫീച്ചറുകളുണ്ട്. അതായത് നിങ്ങളുടെ PC-യിലേക്ക് നിങ്ങളുടെ മൊബൈലിന് ഇതുപോലെ ഈസി ആയിട്ട് മിറർ ചെയ്യാൻ പറ്റും. മൊബൈൽ ഡെസ്ക്ടോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഫോണിന്റെ സ്ക്രീൻ അങ്ങനെ തന്നെയോ മിറർ ചെയ്യാം. ഇനി ആപ്പുകളോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാനോ ഒക്കെ വളരെ സൗകര്യപ്രദമാണ് ഈ ഒരു ഫോണിലെ സ്മാർട്ട് കണക്ട് ഫീച്ചർ വഴി. പിന്നെ ഇത് കൂടാതെ 10-17 5G ബാൻഡുകൾ വരുന്നുണ്ട്. Wi-Fi 7, NFC, Bluetooth 5.4 അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിന്റെ വില 49,999 ഈ ലോഞ്ച് പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് വാങ്ങിക്കാം. അത് കഴിഞ്ഞാൽ തന്നെയും 54,999 നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കും, ബാങ്ക് ഓഫർ അടക്കം. അതും അല്ലെങ്കിൽ 59,999 ആയിരിക്കും ഇതിന്റെ ആക്ച്വൽ പ്രൈസ്. പിന്നെ ഈ വില 12GB RAM 512GB സ്റ്റോറേജ് ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കണം. കാരണം പിക്സലിൽ 8GB RAM 128GB സ്റ്റോറേജിന് തന്നെ 61 സംതിങ് ആണ് വില വരുന്നത്. സോ അതും ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് മോട്ടോയുടെ ഭാഗത്തേക്ക്. ഇനി ഇതിന്റെ അടുത്ത സെയിൽ വരുന്നത് 24th ജൂണിനാണ്. സോ ഓഫർ അടക്കം നിങ്ങൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിക്സലിനേക്കാൾ എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മോട്ടോ എഡ്ജ് 50 അൾട്രയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ചെറുതായിട്ടൊരു കമ്പാരിസൺ ആയിട്ടും കൂടി ഞാനിതിനെ പരിഗണിച്ചു. ഉപകാരപ്പെട്ടെന്നുള്ളത് നിങ്ങൾ പറയാം. ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് കമ്പാരിസൺ വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡീറ്റെയിൽഡ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചെയ്യാൻ, കമ്പയർ ചെയ്തും കാര്യം മനസ്സിലാക്കാമല്ലോ എന്നുള്ളതാണ് ഞാൻ കാണുന്ന പോയിന്റ്. നന്നായിട്ടുണ്ടോ എന്നും നിങ്ങൾ പറയാം. എന്തായാലും അത്രയുമാണ് എഡ്ജ് 50 അൾട്ര വേഴ്സസ് പിക്സൽ 8 എന്ന വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.